ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് നീ എന്നെ സംശയിച്ചതുപോലെ സംസാരിച്ചപ്പോ വിഷമം തോന്നി അറിയാതെ പറ്റിപ്പോയതാ. ഐ എം സോറി. ഞാൻ ഗിരിയേട്ടന്റെ ഭാര്യ. നമ്മൾ തമ്മിൽ തല്ലുകൂടിയെന്ന് വരും. ഗിരിയേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞെന്നും വരും. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഗിരിയേട്ടനുണ്ട്. പക്ഷേ ഗിരിയേട്ടൻ അങ്ങനെ ദേഷ്യപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണക്കാരി പ്രീതിയാ. അവളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പലതവണ അവളെ തെളിയിച്ചതാ. എന്നിട്ടും നമ്മൾ എന്തിനാ അവളിവിടെ താമസിപ്പിക്കുന്നേ? അവൾക്ക് അവളുടെ കുടുംബത്തെ നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഞാനല്ലേ? അപ്പോ അവളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വവും എനിക്കല്ലേ? ഗിരിയേട്ടൻ സത്യം പറ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ പ്രീതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഗിരിയേട്ടൻ സമ്മതിക്കാത്തത്? പിന്നെ എന്ത് കാരണം ഉണ്ടാവാനാ? എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഗിരിയേട്ടനും അമ്മയൊക്കെ പ്രീതിയെ വല്ലാതെ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ നിന്റെ വെറും തോന്നല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രീതിയെ ഇറക്കിവിടാൻ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതിന്റെ എന്താ ആവശ്യമുള്ളത്? നീ ആ ട്രാവൽ ഏജൻസിക്കാരോട് പറഞ്ഞ് അടുത്ത മാസം അവളെ കയറ്റിവിടാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. അടുത്ത മാസം അവള് കാനഡയിലേക്ക് പോവില്ലേ? അതുവരെ അവളെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. അവളുടെ കളികളൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇനി അവൾ എന്ത് നമ്പർ ഇറക്കിയാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്കറിയാലോ. ഈ പീതാംബരന്റെ കേസിൽ പ്രതിയായി മഹിമ ജയിലിൽ കഴിയല്ലേ. ഇവള് വിചാരിച്ചാൽ എന്തെങ്കിലും ബഹളം കൂട്ടി ആ കേസ് പെട്ടെന്ന് അന്വേഷിച്ച് തീർക്കാൻ സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്താൻ പറ്റും. അങ്ങനെ സംഭവിച്ചാൽ മഹിമ തന്നെയാണ് കുറ്റവാളിയെന്ന് കോടതിയും പോലീസും ഒക്കെ അങ്ങ് തീരുമാനിക്കും. അത് നമുക്ക് ദോഷാവില്ലേ? ഈ ഒരു അവസ്ഥയിൽ അവളെ വെറുപ്പിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണോ? ഗിരിയേട്ടൻ മഹിമയ്ക്ക് വേണ്ടിയാണ് പ്രീതിയെ സഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കണം. അതൊരു കാരണമാണ്. പിന്നെ നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും കൈവിടരുതെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പാടില്ലല്ലോ. ഇത് ഗിരിയേട്ടന്റെ വീടാണല്ലോ. അതുകൊണ്ട് എല്ലാം ഗിരിയേട്ടന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ ഗിരിയേട്ടൻ പറഞ്ഞത് ഞാൻ മുഴുവനായിട്ട് വിശ്വസിച്ചു എന്ന് കരുതണ്ട. നീ കുറച്ചു നേരം പുറത്തു വെക്ക്. എന്തിനാ ജോലി നിർത്തിയത്? കണ്ടിന്യൂ. എന്താ പേര്? സോഫി. എന്താ കേസ്? ചെക്ക് കേസാ. ഓഹോ. അക്കൗണ്ടിൽ കാശുണ്ടെന്ന് കരുതി കൊടുത്ത ചെക്ക. അയ്യോ. എതിർകക്ഷിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് കേസാക്കി. അത് കഷ്ടമായി പോയി. ആട്ടെ, കോടതിയിൽ കേസിന് പോയോ? ഇല്ല. ഇനി കേസ് വിളിച്ച് സോഫി നിരപരാധിയാണെന്ന് തെളിയിച്ചു കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കും. ശരി. സോഫിയെ കണ്ടാൽ അറിയാം, നല്ല തറവാട്ടിൽ ജനിച്ച കുട്ടിയാണ്. ഇത്രയും കാലം ഈ കള്ളികളുടെയും കൊലപാതകളുടെയും ഇടയ്ക്ക് സോഫി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? ഇപ്പോ കോമൺ സെല്ലല്ലേ കഴിയുന്നത്? അതെ. അപ്പോ കൂടെ 5-6 അന്തേവാസികളും കാണുമല്ലേ? അവരെല്ലാം ഞാൻ പറഞ്ഞതുപോലുള്ള ക്രിമിനലുകളായിരിക്കും. രാത്രി ഉറങ്ങുമ്പോ കഴുത്തിറക്കാൻ പോലും മടിയില്ലാത്തവർ. ഞാൻ വേണമെങ്കിൽ സോഫിക്കൊരു സിംഗിൾ സെല്ല് ശരിയാക്കി തരാം. ഒരു കട്ടിലും ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ശരിയാക്കി തരാം. എന്റെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള സെല്ല് തന്നെ തരാൻ ഞാൻ സ്മിതയോട് പറയാം. അപ്പോൾ എല്ലാവർക്കും സോഫിയയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് മനസ്സിലാവും. അതിന്റെ ഗുണമേ പിന്നെ ജയിലിലുള്ള ഒറ്റ
ഒരൊറ്റ അന്തേവാസികളും നിന്നെ തൊടില്ല. എന്താ ഓക്കെ അല്ലേ? എനിക്ക് സാറിന്റെ സഹായമൊന്നും വേണ്ട. ആ? വഴി മാറ് സാറേ, മാറാനാ പറഞ്ഞത്. ഏയ്, എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാടി? ആ? ബഹളം ഉണ്ടാക്കാൻ വെച്ചേ. ആ. അയ്യോ. എന്താടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നീ ചെറിയ കാര്യത്തിന് വേണ്ടി. എന്താടി നോക്കുന്നത്? അകത്ത് ആരാ ഉള്ളത്? ഇതെന്തിനാ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നേ? അതൊന്നും നീ അന്വേഷിക്കണ്ട, പോയി നിന്റെ ജോലി നോക്ക്. സോഫി വിടറോ. ഇറങ്ങി പോടി പുറത്ത്, അല്ലെങ്കിലേ നിനക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. എനിക്ക് തന്നെ പേടിയൊന്നുമില്ല. പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ കാണാം. ഓടി വിളി. സാറേ, എല്ലാരും ഓടി വരുന്നുണ്ട്. സുധാ, ഇത് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് ഞാൻ അമർത്തിയാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇൻസ്പെക്ഷൻ വരെ, ബാക്കിയുള്ളതൊക്കെ റെഡി ആയിക്കോ പെട്ടെന്ന്. ശരി സർ. നിന്നെ ഞാൻ പൊക്കിക്കോളാം. വാ ചേച്ചി. ഗുഡ് മോർണിംഗ് മാഡം. രാവിലെ തന്നെ എന്താ എത്ര മൂഡ് ഓഫ്? ഗിരിയേട്ടനായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ? നീ സ്വന്തം കാര്യം മാത്രം നോക്കിയാ മതി. ഞാൻ സ്വന്തം കാര്യം തന്നെയാ നോക്കുന്നത്. നിങ്ങൾ തമ്മിൽ വഴക്കൂടുകയാണെങ്കിൽ അത് എന്നെ കുറിച്ചായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് അറിയാൻ എനിക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടാവില്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ചില കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവും.